Dear students, in this video we are going to discuss about Norton's theorem. The last video we have Thevenin's theorem. Thevenin's theorem we have two terminal network a constant voltage source and series Thevenin's resistance convert equivalent circuit theorem. So, constant voltage source Thevenin's voltage series resistance Thevenin's resistance ആയിട്ടാണ് നമ്മൾ എടുത്തത്. ഇവിടെ Norton's theorem അനലോഗസ് ആയിട്ടുള്ള ഒരു theorem ആണ്. ഇവിടെ വോൾട്ടേജ് സോഴ്സിന് പകരമായിട്ട് ഒരു ടു ടെർമിനൽ DC നെറ്റ്വർക്കിനെ ഒരു കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സും അതിന് പാരലൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്ററും ഉള്ള ഒരു ഇക്വലന്റ് സർക്യൂട്ട് ആയിട്ടാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ തിയറം എന്താണെന്ന് നോക്കാം. Norton's theorem പറയുന്നത് the voltage difference between any two points in a network is equal to short circuit current into RI, where RI is where ISC is the short circuit current between the two terminals and RI is the resistance of the network as viewed from these 2 points. അതായത് നമുക്ക് ഇവിടെ ഒരു സർക്യൂട്ട് വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. അതിൽ 3 റെസിസ്റ്റൻസ് ഉണ്ട്, R1, R2 ആൻഡ് R3. 2 EMF ഉണ്ട്, സോഴ്സസ് ഉണ്ട്, E1 ആൻഡ് E2 വിത്ത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് രണ്ടിൻ്റെയും 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എ ആൻഡ് ബി എന്നുള്ള ടെർമിനലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നോർട്ടൺസ് തിയറം പറയുന്നത് ഇതിലൂടെയുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, അതായത് എ ബി ടെർമിനൽസ് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ടൈംസ് RI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെർമിനലിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഈക്വലൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈക്വലൻ്റ് റെസിസ്റ്റൻസ് ആണ് തെവനിൻസ് റെസിസ്റ്റൻസ് തന്നെയാണ്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് EMF സോഴ്സസ് റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെക്കണം. ഓക്കെ, അതുപോലെ കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ആക്കിയിട്ട് വേണം ഈ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, RI എന്നുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. ഓക്കെ, നമുക്കിവിടെ ഈ ഒരു സർക്യൂട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എ ആൻഡ് ബി ഇവിടെയുള്ള വോൾട്ടേജ് ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് യൂസിങ് നോർട്ടൺസ് തിയറം. അപ്പോൾ നോർട്ടൺസ് തിയറത്തിൽ പറയുന്ന പോലെ ആദ്യം ഷോർട്ട് സർക്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് എടുത്ത് മാറ്റി എന്നിട്ട് അവിടെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് ആണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത് ISC എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ I3 എന്നാണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വോൾട്ടേജ് സോഴ്സസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് നോക്കാം. ഇവിടെ 2 വോൾട്ടേജ് സോഴ്സസ് ഉണ്ട്, ഒന്ന് E1 ഒന്ന് E2 ഉണ്ട്. ഇവിടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും I1 കറണ്ട് പാസ് ചെയ്യും, അത് ഈ ഡയറക്ഷനിലായിരിക്കും. E2ൽ നിന്നും ഒരു I2 കറണ്ട് ഈ ഡയറക്ഷനിൽ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രിച്ച്ഓഫ് കറണ്ട് ലോ പ്രകാരം എ എന്നുള്ള ജംഗ്ഷനിലേക്ക് ഈ 2 കറണ്ട് വരുന്ന സമയത്ത് അവിടെ നിന്നും I3 എന്നുള്ള കറണ്ട് അല്ലെങ്കിൽ ISC ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഇതിലൂടെ കടന്നു പോകും. ഓക്കെ, അപ്പോൾ ISC എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ EMFസും ക്രിയേറ്റ് ചെയ്യുന്ന കറണ്ടിൻ്റെ സമ്മായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ E1/R1 ആണ്. ഈ ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ E2/R2 ആണ്. ഇനി ഇതേ എക്സ്പ്രഷൻ നമുക്ക് കണ്ടക്റ്റൻസിൻ്റെ ടേമിൽ എഴുതാം. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ G = 1 റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ R1ൻ്റെ കണ്ടക്റ്റൻസ് G1 R2ൻ്റെത് G2 ആണെങ്കിൽ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത് ഈ രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് RI കണ്ടുപിടിക്കണം. RI എന്ന് പറഞ്ഞാൽ തെവനിൻസ് റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ നോർട്ടൺസ് റെസിസ്റ്റൻസ് നമുക്ക് പറയാം ഈ ഒരു കേസിൽ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെയുള്ള ഷോർട്ട് സർക്യൂട്ട് നമ്മൾ റിമൂവ് ചെയ്തു. ഇനി അവിടെ R3 എന്നുള്ള റെസിസ്റ്റൻസ് ആണ് ആദ്യം ഉണ്ടായിരുന്നത്, അത് അതുപോലെ തന്നെ വെച്ചു. ഓക്കെ, പക്ഷേ EMF റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിട്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് രണ്ടിൻ്റെയും 0 ആയതുകൊണ്ട് അവിടെ റെസിസ്റ്റൻസ് ഇല്ലാണ്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തു. ഇനി ഈ 2 ടെർമിനലിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഇക്വലൻ്റ് റെസിസ്റ്റൻസ് നോക്കണം. അപ്പോൾ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഈ 2 ടെർമിനലിലേക്ക് ഈ 3 റെസിസ്റ്റൻസും പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പാരലൽ കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം. ഇനി കണ്ടക്റ്റൻസിൻ്റെ ടേംസിലേക്ക് മാറ്റുമ്പോൾ G1 + G2 + G3 എന്ന് വരും. ഇത് 1/RI ആണ്, G1 + G2 + G3. അതിൽ നിന്നും RI എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് G1 + G2 + G3 ആണ്. ഓക്കെ, ഇനി ഇതിലൂടെയുള്ള
അപ്പോൾ ഈക്വലൻറ്റ് റെസിസ്റ്റൻസും ആയി. അപ്പോൾ ഇനി വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ടെർമിനൽസ് എ ബി എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഐ എസ് സിയുടെ എക്സ്പ്രഷൻ ഇവിടെ ഉണ്ട്, ആർ ഐയുടെ എക്സ്പ്രഷൻ ഇവിടെ ഉണ്ട്. അത് രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ടെർമിനലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടി. ഓക്കെ, ഇനി ഇപ്പം നമുക്ക് കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സും ഉണ്ട്, ഈക്വലൻറ്റ് റെസിസ്റ്റൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുക, ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ആർ ഐ. ഓക്കെ, ഇതായിരിക്കും നോർട്ടൺസ് ഇക്വലൻറ്റ് സർക്യൂട്ട്. ഇത് എ ബി എന്നുള്ള ടെർമിനലാണ്, ഇവിടെ കറണ്ട് സോഴ്സ് ഐ എസ് സി ആണ്, ഇവിടെ ആർ ഐ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ നമുക്കിവിടെ ആർ ഐയുടെ വാല്യൂ ഇവിടെ ഉണ്ട്, ഐ എസ് സിയുടെ വാല്യൂ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നോർട്ടൺസ് തിയറത്തിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, നമ്മൾ ഈക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുന്ന സമയത്ത് പാരലലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, തെവനിൻസ് തിയറത്തിൽ ഇത് വോൾട്ടേജ് സോഴ്സിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ആണ്. ഇനി അത് കൂടാതെ കറണ്ട് ത്രൂ ആർ ത്രീ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഐ ത്രീ അല്ലെങ്കിൽ ഐ എസ് സി എന്ന് പറയുന്നത് വി എ ബി ബൈ ആർ ത്രീ ആണ്. ഓക്കെ, അത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പ്രഷനാണ്. ഓക്കെ, നൗ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു പ്രൊസീജിയറായിട്ട് എഴുതാണ്. അതായത് ഒരു സർക്യൂട്ടിനെ എങ്ങനെ നോർട്ടണൈസ് ചെയ്യാം. ഓക്കെ, അതായത് നോർട്ടൺസ് ഇക്വലൻറ്റ് സർക്യൂട്ട് എങ്ങനെ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഏത് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡിഫറൻസ് ആണോ കണ്ടുപിടിക്കേണ്ടത് അത് ആദ്യം റിമൂവ് ചെയ്തിട്ട് അത് ഷോർട്ട് സർക്യൂട്ടാക്കി മാറ്റുക. അതിനുശേഷം അതിലൂടെയുള്ള ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിക്കുക. പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് എല്ലാ വോൾട്ടേജ് സോഴ്സസും റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാ കറണ്ട് സോഴ്സസും റീപ്ലേസ് ചെയ്തിട്ട് ഓപ്പൺ സർക്യൂട്ടായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് കൊടുക്കുന്നതിന് പകരം അത് ഓപ്പൺ സർക്യൂട്ടാക്കി വെച്ചാൽ മതി. ഓക്കെ, നൗ അതിനുശേഷം ആർ ഐ കണ്ടുപിടിക്കുക. ഓക്കെ, ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അത് തെവനിൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ഉള്ള പ്രൊസീജിയറിൽ നമുക്ക് അതിൻ്റെ ഇക്വലൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കാം. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ഉണ്ടാവും, അതിൻ്റെ കറണ്ട് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഐ എസ് സി ആയിരിക്കും. പിന്നെ ഇവിടെ അതിന് പാരലായിട്ട് നമുക്ക് നോർട്ടൺസ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വലൻറ്റ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. ആർ ഐ ഈക്വൽ ടു ആർ എൻ. ഓക്കെ, രണ്ടും സെയിം ഒരേ നൊട്ടേഷൻസ് വേണമെങ്കിൽ ആർ എൻ എന്നുള്ള നൊട്ടേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആർ ഐ എന്നുള്ള നൊട്ടേഷൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു 2 ടെർമിനൽ ഡി സി നെറ്റ്വർക്കിനെ നോർട്ടണൈസ് ചെയ്യാവുന്നതാണ്. ഇനിയൊരു എക്സാമ്പിളിലേക്ക് കിടക്കാം. ഇവിടെ നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ടിൻ്റെ തെവനിൻസ് ഇക്വലൻറ്റ് സർക്യൂട്ടും അതുപോലെ തന്നെ നോർട്ടൺസ് ഇക്വലൻറ്റ് സർക്യൂട്ടും രണ്ടും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അറിയാവുന്ന തെവനിൻസ് ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുന്നത് നോക്കാം. അപ്പോൾ തെവനിൻസ് ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ എ ബി എന്നുള്ള ടെർമിനൽ നോക്കി. ഓക്കെ, ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മൾ തെവനിൻസ് തിയറം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഓപ്പൺ സർക്യൂട്ടിൽ ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ 2 പോയിൻറ്റിലുള്ള വോൾട്ടേജിന് സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഇവിടെയുള്ള R2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും തെവനിൻസ് വോൾട്ടേജ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്യൂട്ട് നോക്കുക. കാര്യം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സർക്യൂട്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഈ വോൾട്ടേജ് ഇ എം എഫ് സീരീസ് ആയിട്ട് R1നും R2നും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് E/R1 + R2 എന്നുള്ളതാണ്. ഇനി R2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് പറഞ്ഞാൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. കറണ്ട് ഇതാണ്, റെസിസ്റ്റൻസ് R2 ആണ്. അപ്പോൾ VTH തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ കറണ്ട് ഇൻറ്റു R2 ആണ്. ഓക്കെ, സോ E ഇൻറ്റു R2/R1 + R2 എന്ന് കിട്ടും. ഇനി ഇവിടെയുള്ള ഇക്വലൻറ്റ് തെവനിൻസ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വോൾട്ടേജ് സോഴ്സിനെ മാറ്റി ഇവിടെ ഷോർട്ട് ചെയ്തു. എന്നിട്ട് ഈ ടെർമിനലിൽ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് R1ഉം R2ഉം പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇക്വലൻറ്റ് സർക്യൂട്ട് ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ തെവനിൻസ് റെസിസ്റ്റൻസ് പറയുന്ന R1 പാരലൽ R2 ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഈ തരത്തിൽ എഴുതാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് തെവനിൻസ് ഇക്വലൻറ്റ് സർക്യൂട്ട് ഇങ്ങനെ വരയ്ക്കാം. അവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 പാരലൽ R2 ചെയ്യുമ്പോൾ കിട്ടുന്ന റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ ഇതാണ് തെവനിൻസ് ഇക്വലൻറ്റ് സർക്യൂട്ട്. ഇനി ഇതിനെ നോർട്ടണൈസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നോർട്ടണൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് AB എന്നുള്ള ടെർമിനൽ ഷോർട്ട് ചെയ്യും. ഷോർട്ട് ചെയ്തിട്ട് ഇവിടെയുള്ള കറണ്ട് കണ്ടുപിടിക്കും. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. അപ്പോൾ ഇവിടുന്ന് കറണ്ട് ഫ്ലോ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ എന്നുള്ള വോൾട്ടേജ് സോഴ്സ് ഒരു കറണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ജംഗ്ഷനിലെത്തുമ്പോൾ കറണ്ടിന് ഇവിടെ ഒരു റെസിസ്റ്റൻസ് 0 ആയിട്ടുള്ളൊരു പാത്ത് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാത്ത് ഉണ്ടെങ്കിൽ എല്ലാ കറണ്ടും ഈ റെസിസ്റ്റൻസ് ഇല്ലാത്ത പാത്തിലൂടെ ആണ് ഫ്ലോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് E/R1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയുള്ളൊരു പാത്തിലായിരിക്കും, കാരണം നമുക്കിത് ഷോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വിൽ ബി ഷോർട്ട് സർക്യൂട്ടിങ് ദിസ് ടെർമിനൽ. അപ്പോൾ ISC എന്ന് പറയുന്നത് E/R1 എന്ന് വരും. ഓക്കെ, നൗ നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് തെവനിൻസ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ തെവനിൻസ് റെസിസ്റ്റൻസ് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഈ ഷോർട്ട് ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് നോക്കുന്ന സമയത്ത് കിട്ടുന്ന ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 പാരലൽ R2 ചെയ്യുമ്പോൾ കിട്ടുന്ന റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, നോർട്ടൺസ് റെസിസ്റ്റൻസ് ഈസ് സെയിം ആസ് ദ തെവനിൻസ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇനി ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കാം. അപ്പോൾ നമുക്കൊരു കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ഉണ്ട്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് E/R1 ആണ്. പിന്നെ ഒരു റെസിസ്റ്റൻസ് പാരലായിട്ട്, ഈ കറണ്ട് സോഴ്സിന് പാരലായിട്ടൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അത് R1 പാരലൽ R2 ആണ്. ഓക്കെ, now we move on to the next problem. ഈ ഒരു പ്രോബ്ലം ഒരു സർക്യൂട്ടിനെ നോർട്ടണൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സർക്യൂട്ട് ഇവിടെ തന്നിട്ടുണ്ട്, അതിലൊരു EMF ഉണ്ട് 100 വോൾട്ട്, 3 റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, നോർട്ടണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ടെർമിനൽ ഷോർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും. അപ്പോൾ ഇതിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം, അതാണ് ISC, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കുന്ന ജംഗ്ഷനിലേക്ക് കൊടുക്കുന്ന കറണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ആ കറണ്ട് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാം. അപ്പോൾ ഈ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇത് ഒരു 10 ഓം ഉണ്ട്, ഇവിടെ രണ്ട് റെസിസ്റ്റൻസ് 10ഉം 15ഉം പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ 10 പ്ലസ് ഇത് പാരലൽ കണക്ഷൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 16 എന്ന് കിട്ടും. ഓക്കെ, നൗ ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 100 EMF ഉള്ള സോഴ്സ് ഉണ്ട്, അത് ഡിവൈഡഡ് ബൈ 16 ചെയ്ത് കഴിഞ്ഞാൽ 6.25 ആംപിയർ ആണ് ഇവിടെ ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട്. അതായത് ഈ ജംഗ്ഷനിലേക്ക് 6.25 ആംപിയർ വരുന്നുണ്ട്. അതിനുശേഷം ഇത് രണ്ട് ബ്രാഞ്ചായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് I1 ഇതിലൂടെ 10 ഓമിലൂടെ കടന്നു പോകുന്നു, I2 15 ഓമിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത് 15 ഓമിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള നമ്മൾ മുന്നേ ഉള്ള പ്രോബ്ലംസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടത് ഇവിടെ വരുന്ന കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലുള്ള റെസിസ്റ്റൻസ് 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് 10 പ്ലസ് 15. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2.5 ആംപിയർ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് തെവനിൻസ് ഇക്വലൻറ്റ് സർക്യൂട്ടാണ്, ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ആണ്. അത് കാണാൻ വേണ്ടിയിട്ട് ഈ ഷോർട്ട് സർക്യൂട്ട് മാറ്റി അതിനുശേഷം സോഴ്സിനെ ഷോർട്ട് ചെയ്യാം. അപ്പോൾ ഈ EMF ഇവിടെ ഇല്ല, കാരണം ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 0 ആണ്. അപ്പോൾ ഇങ്ങനെ A ആൻഡ് B എന്നുള്ള ഇവിടെ നിന്ന് നോക്കുമ്പോൾ, ഈ ടെർമിനൽസിൽ നിന്ന് നോക്കുമ്പോൾ രണ്ട് 10 ഓം പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, 15 എന്നുള്ള റെസിസ്റ്റൻസ് സീരീസ് ആയിട്ടാണ്. അപ്പോൾ ഒരേ വാല്യൂ ഉള്ള രണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി ആയിരിക്കും. അപ്പോൾ 10ൻ്റെ പകുതി 5 ഇവിടെ വന്നു, അത് 15ഉമായിട്ട് സീരീസ് ആയിട്ട് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തെവനിൻസ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ RI എന്ന് പറയുന്നത് 15 പ്ലസ് 5 20 ഓം ആയിരിക്കും. അപ്പോൾ
ഇത് വെച്ചിട്ട് നമുക്ക് നോർട്ടൺസ് ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കാം. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ഉണ്ടാവും. ഇത് ഇവിടെ 2 സർക്കിളില്ല, ഒറ്റ സർക്കിളുള്ളൂ. ഓക്കെ, എന്നിട്ട് അവിടെ കറണ്ട് സോഴ്സ് ഉണ്ട്. ആ കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.5 ആംപിയർ ആണ്. ഇവിടെ പാരലലായിട്ടൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. അതിൻ്റെ വാല്യൂ തെവനിൻസ് റെസിസ്റ്റൻസ് 20 ഓം ആണ്. ഓക്കെ, സോ ദിസ് വിൽ ബി ദ നോർട്ടൺസ് ഇക്വലൻറ്റ് സർക്യൂട്ട്. അടുത്തായി നമ്മൾ ഒരു 2 ടെർമിനൽ DC നെറ്റ്വർക്കിനെ നോർട്ടണൈസ് ചെയ്യാനുള്ള ജനറൽ പ്രൊസീജിയർ പറയുകയാണ്. അപ്പോൾ ജനറൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിലെല്ലാം ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് കൂടി ഉണ്ടാകുമ്പോൾ നോർട്ടണൈസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു സർക്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ ഡിപ്പെൻഡൻറ്റ് സോഴ്സസും ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് സോഴ്സസും ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ ഷോർട്ട് സർക്യൂട്ട് കറണ്ടും തെവനിൻസ് റെസിസ്റ്റൻസുമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം ഇവിടെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക, അതിനുശേഷം ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിക്കുക. നോർട്ടൺസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നൗ സപ്പോസ് ദ നെറ്റ്വർക്ക് contains only dependent source. ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഇല്ല, ഡിപ്പെൻഡൻറ്റ് സോഴ്സ് മാത്രമേ ഉള്ളെങ്കിൽ അവിടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ടെർമിനൽ A and B എന്നുള്ള ടെർമിനൽ നമ്മളൊരു 1 ആംപിയർ സോഴ്സ് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു VAB, ദ വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് AB എന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ VAB ഡിവൈഡഡ് ബൈ 1 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നോർട്ടൺസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഡിപ്പെൻഡൻറ്റ് സോഴ്സും ഇൻഡിപെൻഡൻറ്റ് സോഴ്സും ഉള്ള ഒരു സർക്യൂട്ടിനെ ജനറൽ ആയിട്ട് എങ്ങനെ നോർട്ടണൈസ് ചെയ്യാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നൗ വി കം ടു ദ ഫൈനൽ ടോപ്പിക് ഓഫ് ദിസ് മൊഡ്യൂൾ, വിച്ച് ഈസ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇതാണ്: എ റെസിസ്റ്റീവ് ലോഡ് വിൽ അബ്സ്ട്രാക്ട് മാക്സിമം പവർ ഫ്രം എ നെറ്റ്വർക്ക് when the load resistance is equal to the resistance of the network as viewed from the output terminals with all the energy sources removed by their internal resistances. അപ്പോൾ ഇവിടെ നിന്നിട്ട് when the load resistance is equal to എന്നിട്ടിട്ട് ഈ സെൻറ്റൻസ്, ഈ ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ സിംപ്ലി തെവനിൻസ് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, കാരണം ഈ ഒരു സെൻറ്റൻസിൻ്റെ ഇത്രയും ഭാഗം തെവനിൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയറാണ് പറയുന്നത്. ദ റെസിസ്റ്റൻസ് തെവനിൻസ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഓൾ ദ എനർജി സോഴ്സസ്, അതായത് വോൾട്ടേജ് സോഴ്സസ് റിമൂവ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ റെസിസ്റ്റൻസ് കാണുക, അപ്പോൾ കിട്ടുന്നതാണ് തെവനിൻസ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഓക്കെ, അതായത് ലോഡ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്ന് ഇട്ടിട്ട് ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്യാം, എന്നിട്ട് അവിടെ തെവനിൻസ് റെസിസ്റ്റൻസ് എന്ന് കൊടുക്കാം. ഇനി കഴിയുന്നവർ ഫുള്ളായിട്ടുള്ള സെൻറ്റൻസ് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് ഇത്രയാണ്: നമുക്കൊരു 2 ടെർമിനൽ നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് 2 ടെർമിനൽ നെറ്റ്വർക്ക് ഒരു A and B ഉള്ള ഒരു നെറ്റ്വർക്ക്. അപ്പോൾ ആ നെറ്റ്വർക്കിനെ നമുക്ക് പല വിധത്തിൽ സിംപ്ലിഫൈ ചെയ്യാം. നോർട്ടൺസ് തിയറം വെച്ചിട്ടോ അല്ലെങ്കിൽ തെവനിൻസ് തിയറം വെച്ചിട്ടൊക്കെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു വോൾട്ടേജ്, തെവനിൻസ് തിയറം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അതിന് സീരീസ് ആയിട്ടൊരു റെസിസ്റ്റൻസ് ആക്കിയിട്ട് മാറ്റാം. ഓക്കെ, ഈ RG എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. അതിനിവിടെ ഒരു സീരീസ് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നെറ്റ്വർക്കിന് ഇതിൽ നിന്ന് മാക്സിമം പവർ, അതായത് ഇതിലേക്ക് നമ്മളൊരു ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാൻ നിൽക്കാം. അങ്ങനെ ആകുന്ന സമയത്ത് ഈ ലോഡ് റെസിസ്റ്റൻസ് ഈ നെറ്റ്വർക്കിൽ നിന്ന് മാക്സിമം പവർ എടുക്കുന്നത് വെൻ the Thevenin's resistance is equal to equal to load resistance ആവുന്ന സമയത്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യുന്ന വാല്യൂ ഇവിടെയുള്ള ഈക്വലൻറ്റ് റെസിസ്റ്റൻസിന് ഈക്വൽ ആകുമ്പോഴാണ് മാക്സിമം പവർ ഇതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് നമുക്ക് മാക്സിമം പവർ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡെറിവേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സർക്യൂട്ട് തന്നെ നമുക്ക് എടുക്കാം. ഇവിടെ ജനറേറ്റർ എന്ന് പറയുന്നത് വോൾട്ടേജ് സോഴ്സിനെയാണ് ജനറേറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് E ഡിവൈഡഡ് ബൈ, അതായത് EMF E ആണ്,
ഡിവൈഡ് ബൈ ഈ സർക്യൂട്ടിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് നോക്കണം. അപ്പോൾ RL പ്ലസ് RI, ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ്, ഇതിൻ്റെ ഇക്വലൻസ് റെസിസ്റ്റൻസ് RI എന്ന് കൊടുത്തു. ഓക്കെ, ഇനി പവർ കൺസ്യൂംഡ് ബൈ ലോഡ്, പവറിൻ്റെ ഇക്വേഷൻ I²R അല്ലെങ്കിൽ V ടൈംസ് I എന്ന് കൊടുക്കാം, പലതരത്തിൽ എഴുതാം. ഓക്കെ, അപ്പോൾ I²RL കൊടുത്തു. ഓക്കെ, ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ I നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഐയുടെ PLൻ്റെ എക്സ്പ്രഷൻ, അതായത് ഇവിടെയുള്ള പവറിൻ്റെ എക്സ്പ്രഷനാണ് ഇത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഈ പവർ മാക്സിമം ആവുന്നത് വെൻ RL ഈക്വൽ ടു RI ആകുമ്പോഴെന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ മാക്സിമൈസ് ചെയ്യുക? ഈ ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യണം. മാക്സിമൈസ് ചെയ്യാൻ നിങ്ങൾക്കറിയാം എന്താണ്, മാക്സിമം വാല്യൂ നടക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വേരിയബിൾ, ഇവിടെയുള്ള വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ മാറ്റുന്നത് ലോഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് മാറ്റുന്നത്, അതുകൊണ്ട് തന്നെ വേരിയബിൾ RL ആണ്. ഓക്കെ, സോ dPL/dRL ഈക്വൽ ടു 0, അതായത് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന പോയിന്റിൽ ഡെറിവേറ്റീവ് ഓഫ് പവർ വിത്ത് റെസ്പെക്ട് ടു ലോഡ് റെസിസ്റ്റൻസ് 0 ആയിരിക്കണം. ഓക്കെ, സോ ഇതാണ് കണ്ടീഷൻ, മാക്സിമൈസ് ചെയ്യാനുള്ള കണ്ടീഷൻ. ഒരു ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണെന്ന് എടുക്കുക, എന്നിട്ട് അതിനൊരു സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്കൊരു കണ്ടീഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ PLന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, PL ഈ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് ഫസ്റ്റ് ടേം ഇവിടെ ഫംഗ്ഷൻ ചെയ്യണം, കാരണം ഇവിടെ ഒരു RL ഉണ്ട്, ഇവിടെ ഒരു RL ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമിൽ ഞാൻ ഇത് ഡെറിവേറ്റീവ് എടുത്തു, അപ്പോൾ E² കോമൺ ആയിട്ട് എടുത്തു, 1 ബാക്കിയുള്ളത് 1/RL പ്ലസ് RI² പ്ലസ് സെക്കൻഡ് ടേം ഇത് സെക്കൻഡ് ഫംഗ്ഷനായിട്ട് ഇതെടുത്തു. സോ RL അതുപോലെ വെച്ചു, E² പുറത്തെടുത്തു, ബാക്കിയുള്ളത് ഇതിന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -2RL പ്ലസ് RI ഹോൾ ക്യൂബ് എന്ന് വരും. ഇനി ഇതിൽ നിന്നും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ആൾജിബ്രയേ ഉള്ളൂ. സിംപ്ലിഫൈ ചെയ്യാം, ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് RL ഈക്വൽ ടു RI. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഇതാണ്, വെൻ ലോഡ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ദ റെസിസ്റ്റൻസ് ഓഫ് ദ നെറ്റ്വർക്ക് ആസ് വ്യൂഡ് ഫ്രം ദ ഔട്ട്പുട്ട് ടെർമിനൽസ് വിത്ത് ഓൾ ദ വോൾട്ടേജസ് ആർ റീപ്ലേസ്ഡ് ബൈ ദെയർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷനിലാണ് മാക്സിമം പവർ അബ്സ്ട്രാക്ട് ചെയ്യുന്നത്, ഓക്കെ, എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ കണ്ടീഷനിലാണ് മാക്സിമം പവർ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം പവർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇപ്പോൾ പവറിൻ്റെ എക്സ്പ്രഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ മാക്സിമം പവർ നടക്കുന്ന പോയിൻ്റ് RL ഈക്വൽ ടു RI ആണ്. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ RLന് പകരം RI എന്ന് കൊടുക്കാം. RI എന്ന് കൊടുക്കുമ്പോൾ E² ഇൻറ്റു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് E² RI/RI 2RI² എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു E² 4RI എന്ന് വരും. ഓക്കെ, സോ ഇതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് വെച്ച് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ചെയ്യേണ്ടത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് RL സച്ച് ദാറ്റ് മാക്സിമം പോസിബിൾ പവർ വിൽ ബി ട്രാൻസ്ഫേർഡ് ടു RL. RLൻ്റെ വാല്യൂ, മാക്സിമം പവർ ഡെലിവർ ചെയ്യുന്ന RLൻ്റെ വാല്യൂ എത്രയാണ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് തെവനിൻസ് റെസിസ്റ്റൻസ് കാണാം. അപ്പോൾ തെവനിൻസ് റെസിസ്റ്റൻസ് കാണണമെങ്കിൽ ആദ്യം ഈ ടെർമിനൽ ഓപ്പൺ ആക്കി വെക്കണം. ഓപ്പൺ ആക്കി വെച്ചു, എന്നിട്ട് വോൾട്ടേജ് സോഴ്സസ് ഷോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്ട് ചെയ്യുക എന്നല്ല, ഇവിടെ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം 1 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, 3 ഉള്ളത് പാരലലാണ്, അതുകൊണ്ട് അതിൻ്റെ പകുതി 1.5 വരും. ഇവിടെ ഈക്വലൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഇവിടെ 2 ഓം സീരീസ് ആയിട്ടാണ്. അപ്പോൾ 1 + 1.5 + 2 ആയിരിക്കും അതിൻ്റെ തെവനിൻസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ്, അതായത് ഈ സർക്യൂട്ട് ഓപ്പൺ ആയതുകൊണ്ട് ഇതിലൂടെയുള്ള കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ തെവനിൻസ് വോൾട്ടേജ് പറഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 3 ആണ്. അത് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ സർക്യൂട്ടിലുള്ള കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് 3 ആണ്. ഓക്കെ, സോ 15/3 + 3 is the total resistance in the network into
the resistance across this terminal. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ 7.5 വോൾട്ടേജ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് തെവനിൻസ് വോൾട്ടേജും കിട്ടി, തെവനിൻസ് റെസിസ്റ്റൻസും കിട്ടി. ഓക്കെ, അപ്പോൾ വെൻ ലോഡ് റെസിസ്റ്റൻസ്, അതായത് ഇവിടെ കണക്ട് ചെയ്യുന്ന ലോഡ് റെസിസ്റ്റൻസ് 4.5 ഓം ആകുമ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ മാക്സിമം പവർ കണ്ടുപിടിക്കാനുണ്ട്. അതിൻ്റെ എക്സ്പ്രഷൻ VTH² / 4RL ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. VTH 7.5 ആണ്, RL 4.5 ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 3.125 വാട്ട്സ് ആണ്. ഓക്കെ, ഇത് ചോദിക്കാവുന്ന ഒരു പ്രോബ്ലമാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലമാണ്. Hope you understood the video. Thank you.